2025 എൻ്റെ ഫേവറേറ്റ് 25 പ്രോഡക്ട്സ് ഉണ്ടല്ലോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി തുടങ്ങിയ പിന്നെ ഇതുവരെ മുടക്കാത്തൊരു വീഡിയോ ആണ് ഇയർലി ഫേവറേറ്റ്സ് വീഡിയോ. സോ ടുഡേ ഐ വിൽ ബി ഷെയറിംഗ് 25 ഫേവറേറ്റ് പ്രോഡക്ട്സ് ഫ്രം 2025. ഈ വീഡിയോയിൽ ഹെയർ കെയർ, ബോഡി കെയർ, പെർഫ്യൂംസ്, മേക്കപ്പ് എല്ലാം കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. So without any further ado, let's get started. First product എന്ന് പറയുന്നത് ഈ ഒരു ഡവിൻ്റെ ബോഡി വാഷ് ആണ്. ആക്ച്വലി നോട്ട് ദിസ് വേരിയൻറ്റ്. എൻ്റെ മോസ്റ്റ് യൂസ്ഡ് ആൻഡ് മോസ്റ്റ് ഫേവറേറ്റ് വേരിയൻറ്റ് ഫ്രം ഡവ് ബോഡി വാഷ് റേഞ്ച് ഇസ് ദി വനില ഷിയ ബട്ടർ റേഞ്ച്. ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2025 ഓൾമോസ്റ്റ് ഒരു 6 to 8 months കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ആൻഡ് ഇറ്റ് ലാസ്റ്റഡ് സോ ലോങ് ടു. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന മിന്ത്രയെന്നായിരുന്നു. ഒരു വലിയ ടബായിരുന്നു. ഐ തിങ്ക് അപ്രോക്സ് 1 liter ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഗോട്ട് ഇറ്റ് അറ്റ് എ ഹ്യൂജ് ഡിസ്കൗണ്ടഡ് പ്രൈസ് ടു. ഡവ് ബോഡി വാഷസ് ആർ മൈ ഫേവറേറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മേടിച്ചത് ഈ ഒരു വേരിയൻ്റ് ആയിരുന്നു. ദിസ് ഇസ് ഓൾസോ പ്രിറ്റി ഗുഡ് ഇൻ ടേംസ് ഓഫ് ഹൗ ഇറ്റ് വർക്ക്സ് ആസ് എ ബോഡി വാഷ്. പക്ഷേ ഇതിൻ്റെ സെൻറ്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് കുറച്ചുകൂടെ പ്രിഫേർഡ് സെൻറ്റ് ആ ഒരു വെനില സെൻറ്റാണ്. ബിക്കോസ് ഐ ആം എ ഹ്യൂജ് വെനില ലവർ. കുറച്ച് നല്ലപോലെ നറിഷ് ചെയ്ത് ബോഡി സ്കിന്നൊന്നും അധികം ഡ്രൈ ആക്കില്ല കേട്ടോ. ഡവിൻ്റെ എല്ലാ ബോഡി വാഷസും അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഡിഫറെൻറ്റ് വേരിയൻറ്റ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് വേരിയൻറ്റ് എന്ന് പറയുന്നത് വെനില ഷിയ ബട്ടർ വേരിയൻറ്റ് തന്നെയാണ് കേട്ടോ. ആൻഡ് ഐ ഈവൻ ലൈക്ക് ദി കുക്കുംബർ വേരിയൻറ്റ് ടു. ദാറ്റ്സ് ഓൾസോ റിയലി നൈസ്. ആൻഡ് നോർമൽ ഒരു എക്സ്ഫോളിയേറ്റിംഗ് വേരിയൻറ്റും വരും. അതും എനിക്കിഷ്ടമാണ് കേട്ടോ. നെക്സ്റ്റ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ആൻഡ് മോസ്റ്റ് യൂസ്ഡ് ഷാംപൂ ഓഫ് 2025 ഇസ് ദിസ് വൺ. ഇത് ലോറിയലിൻ്റെ ഹൈലറോൺ പ്യൂരിഫയിങ് ഷാംപൂ ആണ് കേട്ടോ. ഇത് ഐ തിങ്ക് ഇഫ് ഐ എം നോട്ട് റോങ് ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ദറ്റ് ഇസ് 2025 തന്നെ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആയിരുന്നു. ദിസ് ഇസ് സച്ച് എ ഗുഡ് പ്രൊഡക്റ്റ് ഇഫ് യു ഹാവ് ഓയിലി സ്കാൽപ്പ് ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ഹെയർ ലെങ്ത്. എൻ്റെ സ്കാൽപ്പ് ഭയങ്കര ഓയിലിയാണ്, പെട്ടെന്ന് ഓയിലി ആവും. ഹെയർ വാഷ് ചെയ്ത് രണ്ടാമത്തെ ദിവസം തന്നെ എൻ്റെ സ്കാൽപ്പ് ഓയിലി ആവാൻ തുടങ്ങും. പക്ഷേ എൻ്റെ ലെങ്ത്സ് ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ഡ്രൈ കൈൻഡ് ഓഫ് ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ ദിസ് ഷാംപൂ വർക്ക്ഡ് ഗ്രേറ്റ് ഫോർ മൈ ഹെയർ. ഇത് അത്യാവശ്യം നല്ലപോലെ സ്കാൽപ്പ് പ്യൂരിഫൈ ചെയ്ത് സ്കാൽപ്പ് ഓയിലി ആക്കാതെ ഇത് നോക്കിക്കോളൂ കേട്ടോ. പക്ഷെ ലെങ്ത്തിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡ്രൈ ആക്കുകയില്ല. സോ if you have such kind of hair type and scalp type, then you will love this product. ഞാനിത് ഒരിക്കൽ മേടിച്ച് ട്രൈ ചെയ്ത് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഐ വുഡ് ഡെഫിനറ്റ്ലി റീപർച്ചേസ് ദിസ്. ഐ റിയലി ലവ് ദിസ് ഷാംപൂ ആൻഡ് ഹൈലി റെക്കമെൻഡ് ദിസ്. അടുത്തത് എഗെയിൻ ഒരു ബോഡി കെയർ പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഡവ് എസെൻഷ്യൽ ബോഡി ലോഷൻ. എൻ്റെ ഹസ്ബൻഡിനൊക്കെ ബോഡി സ്കിൻ ടൈപ്പ് ഭയങ്കര ഡ്രൈ ആണ്. സോ ഇറ്റ് റിയലി ഹെൽപ്സ് നമ്മുടെ സ്കിന്നിന് നല്ലപോലെ നറിഷ് ചെയ്ത് നല്ലപോലെ സപ്പിളായിട്ട് സോഫ്റ്റായിട്ടൊക്കെ കീപ്പ് ചെയ്യും കേട്ടോ. ആൻഡ് ഇറ്റ്സ് നോട്ട് ഹെവി ടു. സോ ഒരു ഹെവി ഓയിലി കൈൻഡ് ഓഫ് ഫീലിംഗ് ഉണ്ടാവില്ല. ഡവിൻ്റെ ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു ഒറിജിനൽ സെൻറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വെരി സൂതിങ്, കാമിങ് ആയിട്ടുള്ള ഭയങ്കര ഒരു സട്ടിൽ ആയിട്ടുള്ള ഒരു സെൻറ്റാണ്. ബട്ട് ആ ഒരു ഫ്രഷ്നെസ്, കുളിച്ച് വന്നതിന് ശേഷം ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു കാം, ആ ഒരു പീസൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഐ റിയലി ലൈക്ക് ദിസ് ബോഡി ലോഷൻ. നല്ലപോലെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇറ്റ് സ്മെൽസ് ഗുഡ്. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് കടക്കാം. ഫസ്റ്റ് പ്രോഡക്റ്റ് ഇസ് ദിസ് വൺ. ഇതൊരു മൈസെല വാട്ടർ ആണ്. ഇറ്റ് ഇസ് ഫ്രം കോസാറെക്സ്. ദിസ് ഇസ് ലോ pH നയാസിനമൈഡ് മൈസെലാർ ക്ലെൻസിങ് വാട്ടർ. ഇതൊരു 400 ml ബോട്ടിലാണ്. ഇതൊരു 6 months ബാക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ആയിരുന്നു. ആൻഡ് യു ക്യാൻ സീ ഹൗ മച്ച് ഐ ഹാവ് യൂസ്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ തിങ്ക് ഐ മൈറ്റ് റീപർച്ചേസ് ദിസ്. 1000 rupees അടുത്തൊക്കെ പ്രൈസ് വരുന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് വാല്യൂ ഫോർ മണി. ബിക്കോസ് ഒരു വലിയ ബോട്ടിലാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് മൈസെല വാട്ടർ ഞാൻ എന്നൊക്കെ മേക്കപ്പ് ഇടുന്നുണ്ടോ അന്നൊക്കെ മൈസെല വാട്ടറാണ് യൂസ് ചെയ്യുന്നത് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് കംസ് യൂസ്ഫുൾ ഫോർ മീ. ഇത് ഭയങ്കര ജെൻറ്റിലാണ് ബിക്കോസ് ദിസ് ഇസ് എസ്പെഷ്യലി മെയ്ഡ് ഫോർ സെൻസിറ്റീവ് സ്കിൻ. സോ ഇതിൽ അലൻടോൺ, ഹൈലറോണിക് ആസിഡ്, നയാസിനമൈഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജെൻറ്റ്ലി നമ്മുടെ മേക്കപ്പ് നല്ലപോലെ റിമൂവ് ചെയ്യുകയും ചെയ്യും. അറ്റ് ദി സെയിം ടൈം സ്കിൻ അങ്ങോട്ട് ഭയങ്കര ഡ്രൈയിങ് ആയിട്ടോ ഒന്നും ആക്കില്ല കേട്ടോ. So that is why I really like this micellar water. If you have a sensitive skin and if you can invest in this, then I would highly recommend this. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സിനൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഇതേക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഗൈസ് വാണ്ട് ടു നോ മോർ, പ്ലീസ് ഡു ചെക്ക് ദിസ് വൺ ഔട്ട്. നെക്സ്റ്റ് ഞാൻ അതേ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. അഗെയിൻ ദിസ് ഇസ് ഫ്രം കോസാറെക്സ്. ദിസ് ഇസ് 6 peptide സ്കിൻ ബൂസ്റ്റർ സീറം.
സോ ഇത് ആക്ച്വലി ഒരു സീറം എന്നതിനേക്കാളും ഐ ഫീൽ ഇറ്റ്സ് മോർ ലൈക്ക് ആൻ എസെൻസ് ടോണർ സീറം ഇൻ ബിറ്റ്വീൻ പ്രൊഡക്റ്റ്, ആ ഒരു കൺസിസ്റ്റൻസി ഇതിനുള്ളത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മാൻഡേറ്ററി പ്രൊഡക്റ്റ് ഒന്നല്ല, ഇത് വേണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള പ്രൊഡക്റ്റ് ഒന്നുമല്ല. ആൻഡ് ആസ് സച്ച് ഇത് മാത്രമായിട്ട് എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ടോ ഐ ഡോണ്ട് നോ. ഐ ഹാവ് നോട്ട് സീൻ എ ഹ്യൂജ് ഡിഫറൻസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് വൺ പ്രൊഡക്റ്റ്. ഓക്കെ, ആൻഡ് വൈ ദിസ് ഇസ് ഇൻ മൈ ഫേവറേറ്റ്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഐ തിങ്ക് ഒരു നവംബർ ഡിസംബർ ഈ ഒരു ജാനുവരി ടൈമൊക്കെ നല്ല തണുപ്പാണ് ഇവിടെ. ആൻഡ് അതുകൊണ്ട് തന്നെ മൈ സ്കിൻ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഡ്രയർ ആൻഡ് സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ, നല്ലൊരു മോയ്സ്ചർ ബൂസ്റ്റ് വേണമെന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു ടൈമായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് വെൻ ദിസ് കെയിം ടു ദി റെസ്ക്യൂ. ഇതൊരു പെപ്റ്റൈഡ് ബൂസ്റ്റർ സീറം ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാത്തിൻ്റെയും കൂടെ പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. മോർണിംഗ്, നൈറ്റ് ഓർ എനി ടൈപ്പ് ഓഫ് ആസിഡ്സിൻ്റെ കൂടെയും ഇത് പെയറപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് നമ്മൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് ആ ഒരു പോട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റീവിൻ്റെ എഫിഷ്യൻസി കൂട്ടുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു ബൂസ്റ്റർ സീറം പോലെ. പക്ഷെ എനിക്ക് എൻ്റെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ വേണമെന്നുള്ളപ്പോഴൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് നൗ ഐ എം ലൈക്ക് ഓൾമോസ്റ്റ് 1/3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു 2-3 മാസമാണ് ഇത് റിലീജിയസ്ലി യൂസ് ചെയ്തത്. ബിക്കോസ് എനിക്കതൊരു നീഡ് ഫീൽ ചെയ്തത് ഈ ഒരു 2-3 മാസമായിരുന്നു കേട്ടോ. സോ ഐ റിയലി തിങ്ക് ദാറ്റ് നിങ്ങൾക്കൊരു ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ടൈപ്പ് ഒക്കെ ആണെന്നൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്. ഇപ്പോഴും ഞാനിതൊരു നെസസറി പ്രൊഡക്റ്റ്, മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റ് ആയിട്ട് പറയില്ല, പക്ഷേ ഐ റിയലി എൻജോയ്ഡ് യൂസിങ് ദിസ് പ്രോഡക്റ്റ്. അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ഫേവറേറ്റ്സിലിടാൻ കാരണം കേട്ടോ. നെക്സ്റ്റ് എഗെയിൻ ഒരു ടോണറാണ്. ഇറ്റ് ഈസ് ഫ്രം ഹൈഫൻ. ഇത് ഹൈഡ്രേറ്റിംഗ് സെറമൈഡ് ടോണർ എസെൻസ് ആണ്. സോ എഗെയിൻ ദിസ് ഇസ് ഓൾസോ ലൈക്ക് ആൻ എസെൻസ് ഐ വുഡ് സേ മോർ ദാൻ ടോണർ, ബിക്കോസ് ഇതിൻ്റെ കൺസിസ്റ്റൻസി അത്യാവശ്യം നല്ലൊരു തിക്ക് സീറം കൈൻഡ് ഓഫ് ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. എഗെയിൻ ഇതും ഞാൻ ഈ ഒരു വിൻ്റർ ടൈമിൽ എൻജോയ് ചെയ്ത് യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. സോ ഈ ഒരു വിൻ്റർ ടൈമിൽ തന്നെ യൂസ് ചെയ്ത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിപ്പിച്ച പ്രൊഡക്റ്റായിരുന്നു ഇത്. ആൻഡ് ഐ എം റിയലി ഇംപ്രസ്. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു മോയ്സ്ചർ ബൂസ്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ലപോലെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കും. നിങ്ങൾക്കൊരു ഓയിലി സ്കിൻ ടൈപ്പാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഇത് മാത്രം യൂസ് ചെയ്താലും അത്യാവശ്യം നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിന്ന് ഫീൽ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ടോണർ. വിൻ്റർ ടൈമിൽ ഐ ഫീൽ ദിസ് ഇസ് ലൈക്ക് എ മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ്. അല്ലാത്ത സമയത്ത് ഇതൊരു മോയ്സ്ചറൈസറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ് മസ്റ്റ് ഹാവ്. അടുത്തത് എഗെയിൻ ഒരു സീറമാണ്. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബാരിയർ ബൂസ്റ്റ് ഫേസ് സീറമാണ് കേട്ടോ. ഇതേക്കുറിച്ച് ഞാൻ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ടു ചെക്ക് ദാറ്റ് വീഡിയോ ഔട്ട്. ഈ ഒരു പെർട്ടിക്കുലർ സീറം എൻ്റെ സെക്കൻഡ് ടൈം ബൈ ആട്ടോ, ബിക്കോസ് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു സീറമാണ്. ഐ റിയലി ലൈക്ക് സച്ച് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്ന സീറംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നമ്മുടെ സ്കിന്നിനെ നമ്മളെപ്പോഴും ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അത് നമ്മുടെ സ്കിന്നിന് ഒരു പാമ്പർ സെഷൻ എന്നുള്ളതും ഭയങ്കര നെസസറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഓൾ ദിസ് ആക്റ്റീവ്സ് ആൻഡ് ആസിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ കാമിങ് ആയിട്ടുള്ള, നറിഷിങ് ആയിട്ടുള്ള, മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള, ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സും നമ്മൾ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് ഫീൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എൻ്റെ സ്കിൻ സൈക്ലിംഗ് വീഡിയോയിൽ അതേക്കുറിച്ച് കൂടുതൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു വോണ്ട് യു ക്യാൻ ചെക്ക് ദാറ്റ് ഓൺ ഔട്ട്. ഇത് ഏതൊരു സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓയിലി സ്കിൻ ആൾക്കാരൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് അത്യാവശ്യം ഒരു മോയ്സ്ചറൈസർ റീപ്ലേസ്മെൻ്റ് ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് ഇതിട്ടതിന് ശേഷം ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഫോർ മോർണിംഗ് ടൈം യു ആർ സോർട്ടഡ്. ഐ റിയലി എൻജോയ്ഡ് യൂസിങ് ദിസ്. നെക്സ്റ്റ് മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ബിക്കോസ് ഐ എൻജോയ്ഡ് യൂസിങ് മെനി മോയ്സ്ചറൈസേഴ്സ് ദിസ് ഇയർ. ഞാൻ കുറേ മോയ്സ്ചറൈസേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സംതിങ് ദാറ്റ്സ് റിയലി സ്റ്റുഡ് അപ്പ് ഫോർ മീ ഇസ് ദിസ് വൺ. ദിസ് ഇസ് ഡോക്ടർ ഷേഡ്സ് ഓട്ട് ആൻഡ് സെറമൈഡ് മോയ്സ്ചറൈസർ ഫോർ സെൻസിറ്റീവ് സ്കിൻ. എനിക്കിത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൽ ഓട്ട് കോംപ്ലെക്സും സെറമൈഡ് കോംപ്ലെക്സും ഒക്കെ ഉണ്ട് കേട്ടോ. ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അറ്റ് ദി സെയിം ടൈം നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള, അത്യാവശ്യം മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു കേട്ടോ. ആൻഡ് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ദാറ്റ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് പീപ്പിൾ. സെൻസിറ്റീവ്, നോർമൽ, കോമ്പിനേഷൻ, ഓയിലി സ്കിൻ ടൈപ്പ് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ മേ ബി യു നീഡ് സംതിങ് എ ലിറ്റിൽ മോർ എക്സ്ട്രാ. ഒരു ഹെവി ഡ്യൂട്ടി ടോണർ ലൈക്ക് ഹൈഫിൻ്റെ ആ ഒരു ടോണർ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഫോർ അവർ ക്ലൈമറ്റ് ദാറ്റ് വുഡ് ബി ഇനഫ്. ദിസ് വൺ വർക്ക്സ് ഫോർ ഓൾ. സോ ഡെഫിനറ്റ് യെസ് ഫ്രം മൈ സൈഡ്. ഇനി നമുക്ക് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടിലോട്ട് കടക്കാം. ദാറ്റ് ഇസ് സൺസ്ക്രീൻ.
ഈ വർഷം ഞാൻ രണ്ടാമത്തെ ട്യൂബ് മേടിച്ച് ആ രണ്ടാമത്തെ ട്യൂബും ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന സ്ഥിതിയിലുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. ഇറ്റ് ഈസ് ഡോട്ട് ആൻഡ് കീ മാംഗോ ഡീടാൻ ജെൽ സൺസ്ക്രീൻ SPF 50 ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണിത്. 80 ഗ്രാമിൻ്റെ പാക്കാണ് മേടിച്ചത്, എന്നിട്ടും ഇതും കഴിഞ്ഞു കേട്ടോ. ഞാനിത് ഫേസ് സൺസ്ക്രീൻ മാത്രമായിട്ടുള്ള ബോഡി സൺസ്ക്രീനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഞാനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ബോത്ത് ഓഫ് us ലവ് ദിസ് സൺസ്ക്രീൻ. ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്, എന്നാൽ കുറച്ചൊരു ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു സൺസ്ക്രീനാണ്. Such a beautiful product. I really enjoyed using this sunscreen in this year. ഞാൻ ഈ വർഷം കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ സൺസ്ക്രീൻസ് ഒക്കെ റിവ്യൂ ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, കണ്ടുനോക്കുക. ഈവൻ ദോ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞ് സ്റ്റുഡ് ഔട്ട് ചെയ്ത് ദാറ്റ് ഐ റീച്ച് ഫോർവേഡ് ടു യൂസിങ് ദിസ് എന്ന് എനിക്ക് തോന്നിയൊരു സൺസ്ക്രീൻ ഇതാണ് കേട്ടോ. സോ ദിസ് ഇയർ ദിസ് സൺസ്ക്രീൻ വിൻസ്. കൂടെ തന്നെ വേറൊരു സൺസ്ക്രീനും എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട്. ദിസ് വൺ അഗെയിൻ ദിസ് ഇസ് ഫ്രം ഡോട്ട് ആൻഡ് കീ. ഇത് സ്ട്രോബെറി ഡ്യൂ സൺസ്ക്രീൻ മിസ്റ്റ് ആണ് കേട്ടോ, വിത്ത് SPF 50 PA+++. ഇതൊരു സൺസ്ക്രീൻ സ്പ്രേ ആണ്. ഇത് റീഅപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ സൺസ്ക്രീൻ സ്പ്രേസ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കിതിൻ്റെ മിസ്റ്റ് ഭയങ്കര ഫൈനായിട്ട് തോന്നി കേട്ടോ. കാണുന്നുണ്ടോയെന്നറിയില്ല. ദിസ് ഹാസ് എ വെരി ഫൈൻ മിസ്റ്റ്. അതാണ് ഇതിൻ്റെ ഒരു മേജർ പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ചില സൺസ്ക്രീൻ സ്പ്രേ ഒക്കെ അപ്ലൈ ചെയ്യാൻ നേരത്ത് അതൊരു വൈറ്റ് ലിക്വിഡായിട്ടാണ് അപ്ലൈ ആവുക. ആൻഡ് ഇവിടെ ഒക്കെ ഒരു വൈറ്റ് സ്പോട്ട് പോലെ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ജെൻറ്റ്ലി ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരാറുമുണ്ട്. പക്ഷേ വിത്ത് ദിസ് വൺ ദിസ് ഇസ് ലൈക്ക് എ ക്ലിയർ ലിക്വിഡ്. നല്ല ഫൈനായിട്ട് സ്പ്രേ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പാറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ജസ്റ്റ് നല്ല ജനറസ്ലി ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയാവും. സോ ദാറ്റ് ഇസ് ലൈക്ക് എ പ്ലസ് പോയിൻറ്റ്. എസ്പെഷ്യലി നമ്മൾ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഇടാൻ പറ്റിയൊരു സൺസ്ക്രീൻ സ്പ്രേ ആണ്. ദിസ് ഇസ് സ്ട്രോബെറി ഡ്യൂ സൺസ്ക്രീൻ മിസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ സ്ലൈറ്റ് ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സോ ദിസ് വൺ വെൻസ് ആസ് എ സൺസ്ക്രീൻ സ്പ്രേ ഓർ സൺസ്ക്രീൻ റീഅപ്ലിക്കേഷന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഈ ഒരു സൺസ്ക്രീൻ സ്പ്രേ ആയിരുന്നു കേട്ടോ. സോ this gets a spot in my favorites. അടുത്തത് മേക്കപ്പ് ഫേവറേറ്റ്സിലോട്ട് കടക്കാം. മേക്കപ്പ് പ്രൊഡക്ട്സ് ജസ്റ്റ് 10 പ്രൊഡക്ട്സിലോട്ട് നാരോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ബിക്കോസ് ദർ വർ സോ മെനി ഫേവറേറ്റ്സ് ദിസ് ഇയർ. ബട്ട് സ്ട്രിക്ട്ലി എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്ട്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷനോടെ ഐ കെപ്റ്റ് ഇറ്റ് ജസ്റ്റ് 10 പ്രൊഡക്ട്സ്. ബാക്കിയുള്ള പ്രൊഡക്ട്സ് ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി ബേസ്. ഏറ്റവും കൂടുതൽ ഈ വർഷം ഞാൻ എൻജോയ് ചെയ്ത് യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു മേബിലിൻ്റെ ഫിറ്റ് മീ കൺസീലർ. ബിക്കോസ് ഇതെൻ്റെ സ്കിൻ ടോണായിട്ട് പെർഫെക്റ്റ് മാച്ച് എന്ന് എനിക്ക് തോന്നുന്നൊരു കൺസീലർ ആയിരുന്നു കേട്ടോ. ദിസ് ഇസ് മേബിലിൻ ഫിറ്റ് മീ കൺസീലർ ഇൻ ദി ഷെയ്ഡ് കഫേ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും എൻ്റെ വേറെ ഫേവറേറ്റ് കൺസീലേഴ്സ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എൻ്റെ സ്കിൻ ടോൺ ഉള്ളവരാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ് വീഡിയോ ഔട്ട്. അടുത്തതൊരു സെറ്റിംഗ് പൗഡറാണ്. ഇറ്റ് ഈസ് K Beauty സെറ്റിംഗ് പൗഡർ ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ടോഫി. എനിക്ക് സെറ്റിംഗ് പൗഡേഴ്സിൽ ഭയങ്കര ഇഷ്ടമായ ഒരു സെറ്റിംഗ് പൗഡറാണ് കേട്ടോ ഇത്. ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് വെരി ഫൈൻലി മെൽറ്റ് ആൻഡ് എൻ്റെ സ്കിൻ ടോണായിട്ടും അത്യാവശ്യം നല്ല മാച്ചായിരുന്നു ഈ ഒരു ഷെയ്ഡ് ടോഫി എന്ന് പറയുന്നത്. മേക്കപ്പിനെ നല്ലപോലെ സെറ്റ് ചെയ്ത് കുറച്ചൊരു ബ്ലറിങ് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറ്റിംഗ് പൗഡറാണിത്. ഇഫ് യു ആർ ഇൻ സെർച്ച് ഓഫ് എ ഗുഡ് setting powder or loose powder, then definitely get your hands on this. This is actually worth it. And ഇതിൻ്റെ പാക്കേജിങ്ങും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ബിക്കോസ് ഇറ്റ് കംസ് ലൈക്ക് ദിസ്. ഈ ലൂസ് പൗഡർ അത്യാവശ്യം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് മെസ്സി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റോപ്പറും ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഹാസ് ലൈക്ക് എ നെറ്റ്. സോ നമുക്ക് എടുത്ത് അപ്ലൈ ചെയ്യാനും നല്ല എളുപ്പമാണ്. സോ പാക്കേജിങ് വൈസ് ദി പ്രൊഡക്റ്റ് വൈസ് എല്ലാം കൊണ്ടും ഇത് നല്ലൊരു സെറ്റിംഗ് പൗഡറാണ്. സോ യാ, ഐ ലവ്ഡ് യൂസിങ് ദിസ് ഇയർ. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. ഞാൻ 2025 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു ഐ ഷാഡോ പാലറ്റ് ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ദിസ് ഇസ് റെവല്യൂഷൻ റീലോഡഡ് വെൽവെറ്റ് റോസ് ഐ ഷാഡോ പാലറ്റ്. 2025 എനിക്ക് കുറേ ഐ ഷാഡോ ഫേവറേറ്റ്സും ഐ ഷാഡോ സ്റ്റിക്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇതിൽ മെൻഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര സങ്കടത്തോടെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം എടുത്തത് കേട്ടോ. ഐ ചൂസ് ദിസ് ബിക്കോസ് ഇതാണ് ഏറ്റവും വേഴ്സറ്റൈലായിട്ടും ഏറ്റവും കൂടുതൽ ഞാൻ ഈ വർഷം
യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കാൻ കാരണം. ഈ ഒരു വീഡിയോയിൽ ഞാൻ വേറെയും കുറച്ച് ഐ ഷാഡോസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് കൈൻഡ് ഓഫ് റീസെൻറ്റ്. ഒരു 2-3 മാസം മുന്നേ മേടിച്ചാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, അത് കൈ കിട്ടിയ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഐ ഷാഡോ പാലറ്റ്സും ഐ ഷാഡോ സ്റ്റിക്സൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടുനോക്കുക ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ബട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്, ബിക്കോസ് ഓഫ് ഹൗ വേഴ്സറ്റൈൽ ദിസ് ഇസ്. അത്യാവശ്യം വലിയൊരു പാലറ്റ് തന്നെയാണ്. ആൻഡ് ഇതിൽ ഷിമേഴ്സും മാറ്റ്സും ഒക്കെ ഉണ്ട്. മോസ്റ്റ്ലി ബ്രൗൺ ടോൺഡാണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ബിക്കോസ് ബ്ലാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനും ഐസിനൊരു ഡെഫിനിഷൻ കൊടുക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ എൻ്റെ ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഐ ഷാഡോ പാലറ്റ് കൊണ്ട് തന്നെയാണ്. ഡസ്കി ടാൻ, ഡീപ്പ് സ്കിൻ ടോണൊക്കെ ഉള്ളവർക്കും നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ്സ് തന്നെയാണ്. ഫംഗ്ഷൻ വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ്സും ഇതിലുണ്ട്. സോ ഒറ്റ ഐ ഷാഡോ പാലറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ പാലറ്റാണ് ഇത്. ആൻഡ് ഇത് അത്യാവശ്യം നല്ലൊരു ഓഫറിൽ നമുക്ക് മിന്ത്രയിൽ കിട്ടുകയും ചെയ്യും. ഐ വിൽ ബി പ്രൊവൈഡിങ് ഓൾ ദി ലിങ്ക്സ് ഡൗൺ ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. പ്ലീസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. അടുത്തതൊരു കാജലാണ്. ദിസ് വിൽ നോട്ട് ബി എ സർപ്രൈസ് ഫോർ എനിവൺ ഐ തിങ്ക്, because this is René Midnight Kohl Pencil. This is a very very famous viral product and it is viral for a reason. നല്ലൊരു കോൾ പെൻസിലാണ്. അത്യാവശ്യം നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറേ നേരം സ്മജ് പ്രൂഫായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. സോ ഐ റിയലി ലൈക്ക് യൂസിങ് ദിസ്. ബട്ട് ഇതൊരു 400-500 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് നമുക്ക് എവറി ഡേ യൂസിനെക്കാളും ഐ തിങ്ക് കുറച്ചുകൂടി ഒരു പാർട്ടി വെയർ, ഫംഗ്ഷൻ വെയറിനൊക്കെയാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുക. എവറി ഡേ യൂസിന് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ബട്ട് ഒരു ഫംഗ്ഷനൊക്കെ വേണം, അത്യാവശ്യം നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യണം, സ്മഡ്ജ് പ്രൂഫായിട്ട് നിൽക്കണം എന്നൊക്കെ ആണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ഇഫ് ബഡ്ജറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം, ഓഫ് കോഴ്സ് നമുക്കൊരു ഡെയിലി വെയർ കാജലായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു റിട്രാക്റ്റബിൾ കാജലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു, ബട്ട് ദിസ് ഇസ് നോട്ട് റിട്രാക്റ്റബിൾ. ഇതൊരു കാജൽ പെൻസിലാണ്. സോ നമ്മൾ ഷാർപ്പ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Other than that, this is such a great Kohl pencil. Definitely recommended. അടുത്ത എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുന്നേയും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, എൻ്റെ ഫേവറേറ്റ്സിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. ബട്ട് ഐ തിങ്ക് നത്തിങ്, നോ അതർ മസ്കാര ക്യാൻ ബീറ്റ് ദിസ് മസ്കാര ആൻഡ് മൈ ലവ് ഫോർ ദിസ് മസ്കാര. ഇത് എത്ര നാൾ അവൈലബിൾ ആയിരിക്കും, ഞാൻ എത്ര നാൾ മേക്കപ്പ് ചെയ്യുമോ അത്രയും നാളും ഇതെൻ്റെ മേക്കപ്പ് കിറ്റിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു മസ്കാരയാണിത്. This is Essence Lash Princess Mascara. This is in the variant False Lash Effect Mascara. Okay. ഈ ഒരു എസൻസ് മസ്കാര ഡിഫറെൻറ്റ് വേരിയൻസിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് നോക്കി മേടിക്കണം കേട്ടോ. നല്ലൊരു വോള്യൂം, നല്ലൊരു ലെങ്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്തൊരു മസ്കാരയാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് മസ്കാരയാണിത്. എസൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഇതിന് മുന്നേ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി. ബട്ട് നൗ എസൻസ് ഇസ് അവൈലബിൾ ഇൻ തീര. സോ തീരയിൽ നമുക്ക് എസൻസ് പ്രോഡക്ട്സ് മേടിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ ഇത്. സോ യാ, ഡെഫിനറ്റ്ലി ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റ്. ഇനി നമുക്ക് ലിപ് പ്രോഡക്ട്സിലോട്ട് കടക്കാം. ഫസ്റ്റ് വൺ ഇസ് ദിസ് വൺ. ഇതും എസൻസിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ദിസ് ഇസ് എസൻസ് വാട്ട് ദി ഫേക്ക് ഗ്ലാസ് ഷൈൻ പ്ലംപിംഗ് ലിപ് ഫില്ലർ ആണ് കേട്ടോ. ഇതിലുള്ളത് ഒരു ക്ലിയർ വേരിയൻ്റ് ആണ്. ദിസ് ഹാസ് ജിഞ്ചർ ഓയിൽ, ഹൈലറോണിക് ആസിഡ് ആൻഡ് വൈറ്റമിൻ ഇ ഇൻ ഇറ്റ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലിപ്സിനൊരു പ്ലംപിംഗ് എഫക്റ്റ് ഉണ്ട്, ചെറുതായിട്ട് കേട്ടോ, നോട്ട് മേജർലി. അതുകൊണ്ട് തന്നെ ഇത് ഇടുമ്പം ലൈറ്റ് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, ലൈറ്റ് ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ട്. ബട്ട് ഇറ്റ്സ് വെരി ബെയറബിൾ. പ്ലംപിംഗ് എഫക്റ്റിനെക്കാളും എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്യും. ആൻഡ് ബാക്കി മേക്കപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേനും ഇതിൻ്റെ എക്സസ് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ കൊണ്ട് റിമൂവ് ചെയ്തതിന് ശേഷം എൻ്റെ ലിപ്സ്റ്റിക്ക് ഇടും കേട്ടോ. ലിപ്സിന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാവാൻ കാരണം. ഞാൻ ഇതിൻ്റെ ന്യൂവർ പ്രൊഡക്റ്റ് ഇപ്പം മേടിച്ചതാണ്. ഇതിൻ്റെ റെഡ് ചില്ലി, ഒരു റെഡ് കളറിൽ വരുന്ന വേരിയൻറ്റും അവൈലബിൾ ആണ് കേട്ടോ. അതും ഞാൻ ഇതിന് മുന്നേ മേടിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് മേടിച്ചത് കേട്ടോ. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് ടു. ഇതിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസിൽ അവൈലബിൾ ആണ്. കുറച്ച് ഗ്ലിറ്റേഴ്സ് ഒക്കെ ഉള്ള പോലത്തെ വേരിയൻറ്റ് അവൈലബിൾ ആണ്. PH ബ്ലാക്ക് കൈൻഡ് ഓഫ് വേരിയൻറ്റും അവൈലബിൾ ആണ്. വിച്ചെവർ യു ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ഓർ വിച്ചെവർ യു ലൈക്ക് യു ക്യാൻ ബൈ. എനിക്ക് ക്ലിയർ വൺ ആൻഡ് ചില്ലി വേർഷനാണ് കുറച്ചുകൂടി ഇഷ്ടമായത്.
ബോത്ത് ഓഫ് ഇറ്റ്സ് റിയലി നൈസ്. ഇതൊരു ലിപ് ബാം പ്ലസ് ഒരു ലിപ് പ്ലംപിംഗ് പ്രോഡക്റ്റ് ആയിട്ടും വർക്ക് ചെയ്യും കേട്ടോ. സോ ഡെഫിനറ്റ്ലി ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്. അടുത്തത് ലിപ്സ്റ്റിക് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. വിച്ച് ഇസ് ദാറ്റ് വൺ ദാറ്റ് ഐ ഹാവ് കോൺസ്റ്റൻ്റ്ലി റീച്ച്ഡ് ഔട്ട് ടു. എനിക്ക് തോന്നുന്നു ഒരു പാസ്റ്റ് 3-4 months ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ലിപ്സ്റ്റിക്കാണിത്. ദിസ് ഇസ് ഇൻസൈറ്റ് ലിപ്സ്റ്റിക്. ഇതുപോലത്തെ ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു ഗോൾഡൻ വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇറ്റ് ഫീൽസ് വെരി ലക്ഷൂറിയസ്. ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് എ ലിപ് കോംബോ ആണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇടാറാണ് പതിവ്. ഇപ്പോഴും ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ലിപ് ഷെയ്ഡ് തന്നെയാണ് ഇട്ടുള്ളത്. ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വിത്ത് എ ഹിൻറ്റ് ഓഫ് പിങ്ക്, ഒരു ലൈറ്റ് ഒരു പീച്ചൊക്കെ കലർന്നൊരു പീച്ച്, പിങ്ക്, മോവ്, ബ്രൗൺ അതുപോലത്തെ ഒരു ഷെയ്ഡാണ്. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. ഇത് മാത്രമായിട്ട് ഇടാൻ നേരത്ത് കുറച്ചൊരു വാഷ് ഓഫ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് പെയർഡ് വിത്ത് എ ലിപ്പ് ലൈനർ ദിസ് വർക്ക്സ് ബ്യൂട്ടിഫുള്ളി ഓൺ മീ. ഐ റിയലി ലൈക്ക് ദിസ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 months അത്യാവശ്യം ഒരു ഡെൻറ്റ് തന്നെ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അത്രയും എനിക്കിഷ്ടമാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല സ്മൂത്തായിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ലൈറ്റ് ഒരു വെൽവെറ്റി ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഓഫ് കോഴ്സ് ഇത് ഡ്രൈ ഡൗൺ ആയി കഴിഞ്ഞാലും ലൈറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഐ ഡോണ്ട് മൈൻഡ് ആൻഡ് ദിസ് ഇസ് ഈസി ടു റീഅപ്ലൈ ടു. സോ ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ് ബിക്കോസ് ദി കളർ ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ കളർ. അടുത്തതൊരു ലിപ് ഗ്ലോസ് ആണ്. ദിസ് ഇസ് ലൈക്ക് എ റീസെൻറ്റ് ഫൈൻഡ്. എനിക്ക് തോന്നുന്നു ഡിസംബർ ടൈമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് ഇൻസൈറ്റിൻ്റെ പ്രൊഫഷണൽ ഹൈഡ്രേറ്റിംഗ് ഗ്ലോസ് ആണ്. ആസ് ദി നെയിം സജസ്റ്റ് ദിസ് ഇസ് എ റിയലി ഹൈഡ്രേറ്റിംഗ് ലിപ് ഗ്ലോസ്. നമ്മുടെ ലിപ്സിന് ഹൈഡ്രേഷനും പ്രൊവൈഡ് ചെയ്യും, അറ്റ് ദി സെയിം ടൈം ആ ഒരു ഗ്ലോസി എഫക്റ്റും പ്രൊവൈഡ് ചെയ്യുന്നൊരു ലിപ് ഗ്ലോസ് ആണിത്. ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ഐസ്ഡ് ലാറ്റെ. ബ്യൂട്ടിഫുൾ ബ്രൗൺ കളർ ലിപ് ഗ്ലോസ് ആണിത്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ഫ്ലാറ്ററിങ് ആയിട്ടൊരു ബ്രൗൺ കളർ ലിപ് ഗ്ലോസ് ആണിത്. ഞാൻ ഇതിൻ്റെയും ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യു ക്യാൻ ചെക്ക് ദാറ്റ് വൺ ഔട്ട്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്ലോസ് ആണ്. ഐ തിങ്ക് ഐ ഹാവ് ഫൗണ്ട് മൈ ഫേവറേറ്റ് ബ്രൗൺ ലിപ് ഗ്ലോസ്. അടുത്ത മൈ ലാസ്റ്റ് മേക്കപ്പ് ഫേവറേറ്റ് ഇസ് ദിസ് വൺ. ഇറ്റ് ഈസ് L'Oreal Infallible 3-second സെറ്റിംഗ് മിസ്റ്റ്. ഇതൊരു ബ്യൂട്ടിഫുൾ സെറ്റിംഗ് സ്പ്രേ ആണ്. നിങ്ങൾക്ക് ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ലവ് ദിസ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവർക്ക് സ്പെസിഫിക്കലി ഐ തിങ്ക് യു വിൽ ലവ് ദിസ്. നമ്മുടെ മേക്കപ്പിനെ സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആക്കും എന്നുള്ളത് മാത്രമല്ല, ഇതിൻ്റെ മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു എറോസോൾ കൈൻഡ് ഓഫ് സ്പ്രേ ആണിത്. നമ്മുടെ ബോഡി മിസ്റ്റിനൊക്കെ വരുന്ന പോലത്തെ ഒരു സ്പ്രേ ആണ് കേട്ടോ ഇത്. എറോസോൾ കൈൻഡ് ഓഫ് മിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈവൻലി നമ്മുടെ ഫേസിൽ ഡിസ്ട്രിബ്യൂട്ട് ആവും. ദിസ് സ്പ്രേസ് ബ്യൂട്ടിഫുള്ളി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് കീപ്സ് യുവർ മേക്കപ്പ് ഇൻടാക്ട്. കുറച്ച് പ്രൈസിയർ സൈഡിലാണ് ആൻഡ് ഇതിൻ്റെ പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റിയും 75 ml വരുന്നുള്ളൂ. ബട്ട് ഐ ഫീൽ ദിസ് ഇസ് നോട്ട് ഫോർ എവറി ഡേ യൂസ്. ദിസ് ഇസ് എ സ്പെഷ്യൽ ഒക്കേഷൻ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ്. സ്പെഷ്യൽ ഒക്കേഷൻസ്, എന്തെങ്കിലും ഇവൻറ്റ്സ്, പാർട്ടി, വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ പോവുക, അങ്ങനെയൊക്കെ ഉള്ളപ്പം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ നാട്ടിലെ ഹ്യൂമിഡിറ്റിക്കൊക്കെ മേക്കപ്പിനെ ലാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക്കാണ്. ആൻഡ് ദിസ് ഡസ് ഇറ്റ് എഫേർട്ട്ലെസ്ലി. സച്ച് എ ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ്. highly recommend this. We are done with body care, hair care, skin care and makeup. ഇനിയുള്ള 5 products എന്ന് പറയുന്നത് എൻ്റെ ന്യൂ ഫൗണ്ട് കാറ്റഗറിയിൽ നിന്നാണ്. ദാറ്റ് ഇസ് പെർഫ്യൂംസ്. ഫസ്റ്റ് ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇറ്റ് ഇസ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഓൺ ദി ഹൊറൈസൺ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഫ്രേഗ്രൻസ് ആയിരുന്നു കേട്ടോ. ഈ ഒരു റേഞ്ച് ഓഫ് പെർഫ്യൂംസ് ഹൈ എൻഡ് പെർഫ്യൂംസ് ഇൻസ്പയർഡ് കൈൻഡ് ഓഫ് സെൻസ് ആണ് കേട്ടോ. ഇത് ഏത് സെൻറ്റിനെ ഇൻസ്പയർഡ് ആണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ദി ഓൺലി തിങ് ഐ നോ ഇസ് ഐ ലവ് ദിസ് സെൻറ്റ്. ഇതൊരു ഫ്രഷ്, ക്ലീൻ, അക്വാട്ടിക് കൈൻഡ് ഓഫ് സെൻറ്റ് ആണ്. ദിസ് ഇസ് ആക്ച്വലി ഫോർ വുമൺ, പക്ഷെ ഐ തിങ്ക് ദിസ് ഇസ് എ യൂണിസെക്സ് സെൻറ്റ്. ഇത് ജെൻസിനും കൂളായിട്ട് ഇടാം കേട്ടോ. അത്ര ഒരു അക്വാട്ടിക് ഫ്രഷ് കൈൻഡ് ഓഫ് സെൻറ്റ് ആണ്. ലൈറ്റ് ഒരു സിട്രസി നോട്ട്സും വരുന്നുണ്ട്. എസ്പെഷ്യലി സമ്മർ ടൈംസിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഐ ലവ് ദിസ് സെൻറ്റ് ആൻഡ് ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ് ഇഫ് യു ലൈക്ക് അക്വാട്ടിക് സെൻറ്റ്സ്. അടുത്തത് എഗെയിൻ ബാത്ത് ആൻഡ് ബോഡിയുടെ സെയിം റേഞ്ചിൽ നിന്നുള്ളൊരു പെർഫ്യൂമാണ് കേട്ടോ. ഇറ്റ് ഇസ് എ ബോഡി മിസ്റ്റ് ആക്ച്വലി. ദിസ് ഇസ് ഇൻ ദി വേരിയൻറ്റ് ഇഫ് യു മസ്ക്. ഇത് ആസ് ദി നെയിം സജസ്റ്റ് ഒരു
പ്രോപ്പർ ഒരു മസ്കി കൈൻഡ് ഓഫ് സെൻറ്റാണ്. ഒരു വൈറ്റ് ഫ്ലോറൽസ് മിക്സ്ഡ് വിത്ത് പ്രോപ്പർ മസ്ക്, അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്കിത് കിട്ടുന്നത്. എനിക്ക് ആക്ച്വലി പെർഫ്യൂംസ് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ ഐ ആം നോട്ട് ദി ബെസ്റ്റ്, ബട്ട് ഐ റിയലി നോ ദാറ്റ് ഐ ലവ് ദിസ് സെൻറ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് പ്ലം വനില സെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ അടിക്കാറുണ്ട് കേട്ടോ. അപ്പോഴും ഇത് ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്യാറുണ്ട്. ഇതൊരു ഫൈൻ ഫ്രേഗ്രൻസ് മിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് 1-2 സ്പ്രിറ്റ്സ് മതിയാവില്ല, കുറച്ച് ജനറസ് ആയിട്ട് നമ്മൾ സ്പ്രിറ്റ്സ് ചെയ്യേണ്ടി വരും. ബട്ട് ഇറ്റ് ലാസ്റ്റ്സ് ഓൺ മീ ആൻഡ് അത്യാവശ്യം ജനറസ് ആയിട്ട് നമുക്കിത് സ്പ്രിറ്റ്സ് ചെയ്യാനും പറ്റും. 236 ml നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഓഫ് കോഴ്സ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് പെർഫ്യൂംസ് ആർ നോട്ട് അഫോർഡബിൾ പെർഫ്യൂംസ്, ഐ നോ. പക്ഷേ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലൊക്കെ മോസ്റ്റ് ഓഫ് ദി ടൈം എന്തെങ്കിലും ഓഫേഴ്സൊക്കെ വരാറുണ്ട്. ഈവൻ ഓൺലൈനിലും യു ക്യാൻ ഫൈൻഡ് ഇറ്റ് അറ്റ് എ ഡിസ്കൗണ്ടഡ് റേറ്റ്. സോ ആ ഒരു ഡിസ്കൗണ്ട്സ് ഓർ ഓഫേഴ്സ് വരുന്ന സമയത്ത് പിക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. നൈസ് പെർഫ്യൂം. ദിസ് ഇസ് റിയലി ഗുഡ് പെർഫ്യൂം. അടുത്ത ഞാൻ ഇവിടെ വന്നിട്ട് ഫിസിക്കലി ഒരു സ്റ്റോറിൽ നിന്ന് മേടിച്ചൊരു പ്രൊഡക്റ്റായിരുന്നു. ബട്ട് വെൻ ഐ സെർച്ച് ഇറ്റ് ഓൺലൈൻ, ഇത് നാട്ടിലും ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് ഡോൺ ഫ്രഞ്ച് ഫ്രേഗ്രൻസ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഫ്രോം ദി പാക്കേജിങ് ആൻഡ് സെൻഡ് ഐ ഡിഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് ഡവ് റേഞ്ചിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഡവിൻ്റെ നോർമൽ ബ്ലൂ കളർ സോപ്പില്ലേ, അതിൻ്റെ എക്സാക്ട് സെൻറ്റാണ് ഇതിനുള്ളത്. ഇതൊരു ഫ്രേഗ്രൻസ് റോൾ ഓൺ ആണ് കേട്ടോ. എനിക്ക് ആ ഡവിൻ്റെ ഒറിജിനൽ സെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അറ്റ് ഫസ്റ്റ് സ്നിഫ് എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ഞാനിത് അപ്പോൾ തന്നെ മേടിച്ചു കേട്ടോ. ദിസ് ഇസ് എ റിയലി അഫോർഡബിൾ പ്രോഡക്റ്റ്. ഇവിടെ ഇതെനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് കിട്ടിയത്. നാട്ടിലും ദിസ് ഇസ് ജസ്റ്റ് അണ്ടർ 150 rupees. ഇഫ് യു ലൈക്ക് ദി ഒറിജിനൽ ഡവ് ബാർ സെൻറ്റ് ദെൻ യു വിൽ ലവ് ദിസ്. ഭയങ്കര ഒരു ലൈറ്റ്, ഒരു ഫ്ലോറൽ മസ്കി സോപ്പി കൈൻഡ് ഓഫ് സെൻറ്റാണ്. ചില സെൻറ്റ് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് എപ്പോൾ സ്മെൽ ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു ഫ്രഷ്നെസ്, കുളിച്ചിറങ്ങി വന്നതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ത്രൂ ഔട്ട് റീറ്റെയിൻ ചെയ്യണം എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് വൺ. അടുത്തത്, നിങ്ങൾ ഫ്രേഗ്രൻസ് കമ്മ്യൂണിറ്റി ഓർ മിഡിൽ ഈസ്റ്റേൺ ഫ്രേഗ്രൻസസ് ഒക്കെ കുറച്ചെങ്കിലും ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ യു വിൽ നോ ദിസ്. ദിസ് ഇസ് ലതാഫ അംഗം. ഇത് ഒരു മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂമാണ്. ബട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സെൻറ്റാണ് ഇത്. ഫസ്റ്റ് ലെറ്റ്സ് അപ്രീഷിയേറ്റ് ദി പാക്കേജിങ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ക്ലാസി ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ് കേട്ടോ ഇത്. കമ്മിങ് ടു ദിസ് സെൻറ്റ്, നിങ്ങൾ എന്നെ പോലത്തെ വനില ലവർ ആണെങ്കിൽ യു വിൽ ലൈക്ക് ദിസ് സെൻറ്റ്. ഇത് നമ്മുടെ ജനറിക് വനില സ്വീറ്റ് കൈൻഡ് ഓഫ് സെൻറ്റ് അല്ല. ദിസ് ഹാസ് നോട്ട്സ് ഓഫ് ജിഞ്ചർ, ലാവൻഡർ ആൻഡ് ഓൾ. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു വനിലയാണ് കേട്ടോ. ഭയങ്കര സ്വീറ്റ് കോസി കൈൻഡ് ഓഫ് വനില അല്ല, പക്ഷേ കുറച്ചൊരു സെക്സി, കുറച്ചൊരു സൊഫിസ്റ്റിക്കേറ്റഡ് കൈൻഡ് ഓഫ് വനിലയാണ്. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് പെർഫ്യൂം ടു. ഒക്ടോബർ നവംബർ ടൈമിലാണ് ഞാൻ ഇത് മേടിച്ചത്. ബട്ട് ഐ റിയലി എൻജോയ്ഡ് യൂസിങ് ദിസ്. മിഡിൽ ഈസ്റ്റേൺ ഫ്രേഗ്രൻസസ് യൂസ് ചെയ്യുന്ന എല്ലാവരുടെ ഫേവറേറ്റ്സ് ലിസ്റ്റിലും ഉള്ളൊരു പ്രൊഡക്റ്റാണിത്. ആൻഡ് ഐ ഗെറ്റ് ദി ഹൈപ്പ്. ഐ റിയലി ലൈക്ക് ദിസ്. അടുത്തത് എൻ്റെ വെരി റീസെൻറ്റ് പർച്ചേസ്. ബട്ട് ഐ ലവ്ഡ് ഇറ്റ് ദാറ്റ് ഞാനിത് മേടിച്ച പിന്നെ താഴെ വെച്ചിട്ടില്ല എന്നുള്ളൊരു സെൻറ്റാണ് കേട്ടോ. എഗെയിൻ ഇറ്റ് ഈസ് ഫ്രം ലതാഫ. ദിസ് ഇസ് ലതാഫ ആസാദ് ബോബോൺ സെൻറ്റ്. ഓക്കെ, ഇത് ഇവരുടെ ഈ ഒരു ആസാദ് കളക്ഷനിൽ ഡിഫറെൻറ്റ് കളേഴ്സ്, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്, ബ്ലാക്ക്, ബ്ലൂ ഒക്കെ. പക്ഷേ ഈ ഒരു ബ്രൗൺ വേരിയൻറ്റ്, ദിസ് ജസ്റ്റ് മെയ്ഡ് മീ ഫാൾ ഇൻ ലവ്. ഇതൊരു മെൻസ് പെർഫ്യൂം ആയിട്ടാണ് സെൽ ചെയ്യുന്നത്. പക്ഷേ ഐ ഫീൽ ദാറ്റ് ദിസ് ഇസ് ലൈക്ക് എ യൂണിസെക്സ് പെർഫ്യൂം കേട്ടോ. വനില, ലാവൻഡർ, കൊക്കോ നോട്ട്സ് ഒക്കെ ഉള്ളൊരു സെൻറ്റാണ്. ഇറ്റ് ഈസ് ബൂസി കോസി കൈൻഡ് ഓഫ് സെൻറ്റ്. ഈ ഒരു വിൻ്റർ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് യൂസ് ചെയ്തൊരു സെൻറ്റാണ് കേട്ടോ. ഭയങ്കര ഒരു വോംത്ത്, കോസിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നൊരു സെൻറ്റാണിത്. ഡിസംബറിൽ ഞാനിത് മേടിച്ച പിന്നെ ഇതുവരെ ഞാൻ ഇത് താഴെ വെച്ചിട്ടില്ല. എവറി ഡേ ഐ യൂസ് ദിസ് സെൻറ്റ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റ്. I love this and I would highly recommend this if you like such kind of കുറച്ചൊരു ബൂസി ആയിട്ടുള്ള കോസി ആയിട്ടുള്ള വനില സെൻസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് വൺ ഔട്ട്. സിൻസ് ലാസ്റ്റ് മന്ത്സ് ഓഫ് 2025 I am more into ഫ്രേഗ്രൻസസ് ആൻഡ് പെർഫ്യൂംസ്. ഞാൻ കുറച്ച് പെർഫ്യൂംസ് ഒക്കെ ഇന്ത്യൻ ബ്രാൻഡ്സ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സോ ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഓൺ ഇറ്റ്. ഇഫ് യു ഓൾസോ ലൈക്ക് പെർഫ്യൂംസ് ആൻഡ് ഇഫ് യു ഹാവ് എനി റെക്കമെൻഡേഷൻ പ്ലീസ് ഡു ലെറ്റ് മീ നോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ 2025 ഫേവറേറ്റ് ആൻഡ് സം ഓഫ് ദി മോസ്റ്റ് യൂസ്ഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ലെറ്റ് മീ നോ വാട്ട് ആർ യുവർ ഫേവറേറ്റ്സ് ആൻഡ് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ബിലോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.